അപ്പോൾ ഈ ഒരു കാരണം അല്ലെങ്കിൽ ഈ ഒരു സ്കാം കൊണ്ടാണ് സമ്മർ സ്ലാം 2 ദിവസം നടത്തുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എന്താണെന്ന് നോക്കാം. അതിനോടൊപ്പം മുൻ വുമൺസ് വേൾഡ് ചാമ്പ്യനായ ബെക്കി ലിഞ്ച് ഇപ്പോൾ WWE വിട്ട് പോയേക്കാണ്. അതായത് WWE അവരുടെ കോൺട്രാക്റ്റ് എല്ലാം തീർന്നു. ഇനി അവർ തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ, എന്താണ് ബെക്കി ലിഞ്ചിന്റെ അപ്ഡേറ്റ്, ഇതെല്ലാം ഈ വീഡിയോയിൽ പറയാം. ഇത് നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ഡബിൾ ഓർ നത്തിങ് പേപ്പർ വ്യൂവില് നമ്മുടെ റേറ്റഡ് ആർ സൂപ്പർ സ്റ്റാർ എഡ്ജിന് ഇഞ്ചുറി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഇഞ്ചുറി സംഭവിച്ചത് അലിസ്റ്റർ ബ്ലാക്ക് അഥവാ മലൈക്കൈ ബ്ലാക്കിന്റെ കൂടെ നടന്ന മാച്ചിലാണ്. അപ്പോൾ എഡ്ജിന് സംഭവിച്ചിട്ടുള്ളത് ഒരു നീ ഇഞ്ചുറി ആണ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ എന്തായാലും സർജറി എല്ലാം വേണ്ടി വരും. അത് കൺഫേം ആയിട്ടാണ് ഇപ്പോൾ നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എഡ്ജിന്റെ കയ്യിലുള്ള ചാമ്പ്യൻഷിപ്പ് റിലിംഗ്വിഷ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ എഡ്ജിന്റെ അടുത്ത് ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞിട്ടുള്ളത് ഇനിയെങ്കിലും റെസ്ലിംഗ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് എഡ്ജ് ഇനി ഒരിക്കലും റെസ്ലിംഗ് ചെയ്യാൻ പാടില്ല, ഈ ഒരു ടൈപ്പിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എഡ്ജ് പറയുന്നത് ഈ സർജറി എല്ലാം കഴിഞ്ഞതിന് ശേഷം താൻ AEW വന്ന് വീണ്ടും ഫൈറ്റ് ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് അവിടെ കോൺട്രാക്ട് സൈൻ ചെയ്തത്. ഇങ്ങനെയൊക്കെയാണ്. ഇനി മുൻ വുമൺസ് വേൾഡ് ചാമ്പ്യൻ ബെക്കി ലിഞ്ച് WWE വിട്ട് പോയ കാര്യത്തെ പറ്റി പറയാം. ഇന്നലെ നടന്ന റോ മെയിൻ ഇവന്റ് ആയിട്ട് ബെക്കി ലിഞ്ചും വേൾഡ് ചാമ്പ്യൻ ലിവ് മോർഗനും ഒരു സ്റ്റീൽ കേജ് മാച്ചിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചാമ്പ്യൻഷിപ്പ് മാച്ചിന്. അപ്പോൾ ആ ഒരു മാച്ചിന്റെ അവസാനത്തിൽ ബെക്കി ലിഞ്ച് തോൽക്കുകയും അതിനുശേഷം ലിവ് മോർഗൻ സ്റ്റിൽ ചാമ്പ്യനായി. പിന്നീട് ബെക്കി ലിഞ്ച് അവിടെയുള്ള ഫാൻസിന്റെ അടുത്തെല്ലാം താൻ WWE വിട്ട് മാറി നിൽക്കുന്ന കാര്യത്തെ പറ്റിയെല്ലാം മെൻഷൻ ചെയ്തുകൊണ്ട് അവിടം വിട്ട് പോയിട്ടുണ്ടായിരുന്നു. മെയ് മാസം 24-ാം തീയതി 2024 കൂടിയിട്ട് ബെക്കി ലിഞ്ചിന്റെ കോൺട്രാക്ട് തീർന്നു. ഇനി ബെക്കി ലിഞ്ച് പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ ചാൻസ് ഇല്ല. അതായത് ബെക്കി ലിഞ്ച് ഇപ്പോൾ WWE വിട്ട് പോയേക്കാണ്. ഇതിനർത്ഥം അവര് മുഴുവനായിട്ടും WWE വിട്ട് പോകും എന്നല്ല. അതായത് ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബെക്കി ലിഞ്ചിന് തൻ്റെ കുട്ടിയുടെ കൂടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണമെന്നും അതുകൊണ്ട് ഒരു ലോങ് ലീവാണ് WWE ആവശ്യപ്പെട്ടിട്ടുള്ളത്. ലീവ് എന്ന് പറയാൻ സാധിക്കില്ല, WWE ഒരു കോൺട്രാക്ട് പോലും സൈൻ ചെയ്യാതെ പുറത്തേക്ക് പോയേക്കാണ്. അപ്പോൾ ബെക്കി ലിഞ്ച് ഇനി തിരിച്ചു വരുമോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബെക്കി ലിഞ്ച് തിരിച്ചു വരും. അത് ചിലപ്പോൾ അടുത്ത റെസ്ൽമേനിയയിലായിരിക്കാം, അല്ലെങ്കിൽ അടുത്ത സമ്മർ സ്ലാം 2025 ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കാം ബെക്കി ലിഞ്ച് തിരിച്ചു വരിക. പിന്നെ ബെക്കി AEWയിലേക്ക് പോകുമെന്നൊക്കെ പറഞ്ഞ് റൂമറും കാര്യങ്ങളെല്ലാം വരും. അതിന് ചാൻസ് വളരെ വളരെ കുറവാണ്. കാരണം ബെക്കി ലിഞ്ചിന് അന്നും ഇന്നും എന്നും WWE വേറെ ലെവലായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ബെക്കി WWE തന്നെ വരും. ഇനി സമ്മർ സ്ലാം 2026 2 ദിവസം നടത്തിക്കൊണ്ട് സ്കാം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യൂസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും എന്താണ് സംഭവം എന്ന് വെച്ചാൽ, നമ്മൾക്കറിയാം സൗദി അറേബ്യയുമായിട്ട് WWE ഒരു പുതിയ ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ റെസൽമേനിയ അല്ലെങ്കിൽ റോയൽ റംബിൾ സൗദിയിൽ നടത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 2 സ്പെഷ്യൽസും മിക്കതും USA WWE നടത്താറുള്ളത്. മറ്റു രാജ്യങ്ങളിലൊന്നും പോയി ഇത്തരത്തിൽ സ്പെഷ്യൽസ് ചെയ്യാറില്ല. ബാക്കിയുള്ള സ്പെഷ്യൽസ് ഒക്കെയാണ് മാറാറുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സൗദി ടീം ഇങ്ങനെയൊരു ഡീൽ പറഞ്ഞിട്ടുണ്ട് റെസൽമേനിയ നടത്താൻ വേണ്ടിയിട്ട്. അതേപോലെ റെസൽമേനിയ 41 ഇംഗ്ലണ്ടിൽ നടത്താൻ വേണ്ടിയിട്ട് അവരും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ റെസൽമേനിയ 41 ഇംഗ്ലണ്ടിൽ നടക്കില്ല, കാരണം അത് ഓൾറെഡി കൺഫേം ചെയ്ത ഷോയാണ്. അപ്പോൾ റെസൽമേനിയ 42 അതായത് 2026 ചിലപ്പോൾ ഇംഗ്ലണ്ടിൽ നടത്താനാണ് ചാൻസ് കൂടുതൽ. അല്ല എങ്കിൽ സൗദി അറേബ്യയിൽ റെസൽമേനിയ നടത്തും. അതായത് ആദ്യമായിട്ട് ഒരു റെസൽമേനിയ USA നടക്കാതെ മറ്റൊരു കൺട്രിയിലേക്ക് മാറ്റാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് WWE 2 ദിവസമായിട്ട് സമ്മർ സ്ലാം നടത്തുന്നത്. അതായത് USA റെസൽമേനിയ 2 ദിവസം നടക്കാത്തത് കൊണ്ട് അവരെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് WWE സമ്മർ സ്ലാം 2 ദിവസമാക്കി കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യമാണ് സ്കാം എന്ന നിലയിൽ തബ്നെയിലെല്ലാം സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ന്യൂസുകളിൽ വളരെയധികം വരുന്നത്. അപ്പോൾ ശരിക്കും ഇത് സ്കാം ആണോ എന്ന് ചോദിച്ചാൽ ഇതിനെ സ്കാം എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ WWE ചെയ്യുന്നത് ഒരു തെറ്റാണ്. അതായത് റെസൽമേനിയ ഞങ്ങൾ ഇവിടെ മാത്രമേ നടത്തുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് റെസൽമേനിയ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ സൗദി നടത്തുമ്പോൾ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോകും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സമ്മർ സ്ലാം 2 ദിവസമാക്കി നടത്തുന്നത്. അതല്ലാതെ വേറെ സ്കാമോ കാര്യങ്ങളോ ഒന്നും തന്നെ WWE ചെയ്യുന്നില്ല. അപ്പോൾ റെസൽമേനിയ 42 ഇംഗ്ലണ്ട് അല്ലെങ്കിൽ സൗദി ഇവിടെ വരാനാണ് ചാൻസ് കൂടുതൽ.